പിന്നെ ഞാൻ റെയിൽവേ കഴിഞ്ഞു. കിനാലൂർ കരിന്തളത്ത് ആയുഷിൻ്റെ ഒരു സ്ഥാപനത്തിന് 90 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അംഗനവാടി വർക്കേഴ്സിനെ സംസ്ഥാന ജീവനക്കാരാക്കാൻ, ആശാ വർക്കർമാർക്ക് വേണ്ടി, അതുപോലെ കുടുംബശ്രീക്ക് വേണ്ടി, അത് കഴിഞ്ഞാൽ എൻഡോസൾഫാൻ്റെ ഇരകൾക്ക് ഒരു പുനരധിവാസ ഗ്രാമം ഉണ്ടാക്കുന്നതിന് വേണ്ടി, കാസർഗോട്ട് എയിംസ് അനുവദിക്കുന്നതിന് വേണ്ടി, തുളു എന്ന് പറയുന്ന ഭാഷ 18 ലക്ഷം ആളുകൾ സംസാരിക്കുന്നത് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ പെടുത്തുന്നതിന് വേണ്ടി പാർലമെൻറ്റിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ദക്ഷിണ കന്നഡത്തിലെ ആളുകൾ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. കാസർഗോഡ് MP ഞങ്ങളെ ഓർത്തതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികൾക്കെതിരെ, ഹജ്ജ് തീർത്ഥാടകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെതിരെ, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പേരിൽ പയ്യന്നൂർ ഒരു സ്മൃതി മണ്ഡപം സ്ഥാപിക്കാൻ കോടികൾ അനുവദിക്കുന്നതിൻ്റെ പ്രപ്പോസൽ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുമ്പള സ്റ്റേഷൻ, അവിടെ ഒരു ടെർമിനൽ സ്റ്റേഷനാക്കാൻ വേണ്ടി 30 ഏക്കർ സ്ഥലമുണ്ട്. അത് ടെർമിനൽ സ്റ്റേഷനാക്കിയാൽ തിരുവനന്തപുരം കൊച്ചുവേളി പോലാകും. പിന്നെ കാസർഗോട്ടേക്ക് കൂടുതൽ തീവണ്ടികൾ നീട്ടാൻ പറ്റും. കാഞ്ഞങ്ങാട് കാണിയൂർ ഈ തീവണ്ടി പാത ഫീസിബിളാണ്. ഈ തീവണ്ടി പാതയ്ക്ക് 50-50 ആണ്. മൊത്തം വരുന്ന തുകയുടെ 50 റെയിൽവേ, 50% കർണാടകം, കേരളം. വർക്കിൻ്റെ 50, സ്ഥലത്തിൻ്റെ 50. കേരള ഗവൺമെൻറ് 50 സ്ഥലത്തിൻ്റെ മാത്രം തന്നു, പണിയുടെ 50 തന്നിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾ ചോദിക്കാം. കേരള ഗവൺമെൻറ് ഈ 50 തരാൻ തയ്യാറായാൽ കർണാടകവുമായി സംസാരിച്ച് ആ ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിക്കുന്ന ജോലി ഞാൻ ചെയ്യും. പക്ഷെ ഞാനല്ല ചെയ്യേണ്ടത്. റെയിൽവേ പറഞ്ഞിട്ടുണ്ട്, കേരളവും കർണാടകവും പരസ്പരം ചർച്ച ചെയ്ത് ഈ 2 ഗവൺമെൻറ്റുകളുടെ NOC വാങ്ങിത്തരേണ്ട ജോലി കേരള ഗവൺമെൻറ്റാണ്. പക്ഷേ ആ NOC പാർലമെൻറ്റ് അംഗ നിലയിൽ വാങ്ങാൻ എനിക്കാകും. കേരള ഗവൺമെൻറ് തന്നാൽ കാഞ്ഞങ്ങാട് കാണിയൂർ ഈ നാടിൻ്റെ ഒരു സ്വപ്നമാണ്. എയിംസ് ഈ നാടിൻ്റെ ഒരു സ്വപ്നമാണ്. അതുപോലെ തന്നെ BEL-EML അതിൻ്റെ 51% ഷെയർ ഈ കേരള ഗവൺമെൻറ് വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രി MP-മാരുടെ മീറ്റിങ്ങിലാണ് ആവശ്യപ്പെട്ടത്. കാസർഗോഡ് MP ഇനിഷ്യേറ്റീവ് എടുക്കണം. അന്നത്തെ മന്ത്രിയായിരുന്ന ജാവ്ദേക്കറൊക്കെ പോയി കണ്ട്, നിരവധി പ്രാവശ്യം കണ്ട്, കേന്ദ്രത്തിൻ്റെ 51 ഷെയർ ഒരു നയാ പൈസ പോലും ബെനിഫിറ്റ് ഇല്ലാതെ അവർ കേരള ഗവൺമെൻറ് എഴുതി കൊടുത്തു. അങ്ങനെ ആ സ്ഥാപനം ഇന്ന് BEL-EML മാറി കേരള ഗവൺമെൻറ് സ്ഥാപനമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ 5 വർഷക്കാലം കൊണ്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാഗി പദ്ധതി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു MP-ക്ക് ഒരു വർഷം ഏതാണ്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുക്കാം. സാഗി എന്ന് പറഞ്ഞാൽ സെൻസസ് ആദർശ് ഗ്രാമ യോജന, മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ്. സമ്പൂർണ്ണ വികസിത ഗ്രാമം, കേന്ദ്രം, സംസ്ഥാനം, കേന്ദ്ര ഏജൻസി, സംസ്ഥാന ഏജൻസി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഗ്രാമത്തെ പൂർണ്ണ വികസിത ഗ്രാമമാക്കുന്നതാണ് സാഗി. 4 പഞ്ചായത്ത് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. എൻമകജെ, അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കുമ്പടാജെ, രണ്ടാമത് എൻമകജെ, മൂന്നാമത് വെസ്റ്റേരി, 4ാമത് നമ്മൾ തിരഞ്ഞെടുത്ത പടന്ന. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ MP-മാർക്കും 36 പേർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം കിട്ടും. 4 രോഗങ്ങൾ, ക്യാൻസർ, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, 3 കിഡ്നി, 4 ലിവർ, അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ. ഡോക്ടർ ശുപാർശ ചെയ്യുന്നതനുസരിച്ചിട്ട് 3 ലക്ഷം മുതൽ മേലോട്ട് കിട്ടും. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 2.5 കോടി രൂപയിലധികം ഈ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷക്കാലം വളരെ സംതൃപ്തമായ ഒരു പാർലമെൻ്ററി ജീവിതമാണ് ഞാൻ നയിച്ചത്. അതിന് ഈ ജില്ലയിലെ ജനങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായ സഹകരണം രാഷ്ട്രീയത്തിനതീതമായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനതീതമായ സഹകരണം പഞ്ചായത്തുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഏതാനും ചില പഞ്ചായത്തുകൾ മാത്രമേ രാഷ്ട്രീയത്തിലൂടെ എന്നെ നോക്കിക്കണ്ടുള്ളൂ. അതും അവർ ചില ആളുകൾ തെറ്റുതിരുത്തി, ചില ആളുകൾ മനഃപൂർവ്വം തിരുത്തിയിട്ടില്ല. എന്നാലും 95% പഞ്ചായത്ത് നഗരസഭകൾ രാഷ്ട്രീയത്തിനതീതമായി കലവറയില്ലാത്ത പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയത്തിനതീതമായി കലവറയില്ലാത്ത പിന്തുണ തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു.
ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ഞാൻ മത്സരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എന്നെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവൃത്തി ഉണ്ടാകണം. മാധ്യമ പ്രവർത്തകരാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ, കേരളം. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ കണക്കനുസരിച്ചിട്ട് അത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പറയുന്നത് ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 180 രാജ്യങ്ങളെടുത്താൽ ഇന്ത്യ 160ആണ്. കേരളവും തികച്ചും വ്യത്യസ്തമൊന്നുമല്ല. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയാത്ത ഒരു രാജ്യത്ത് ജീവിക്കുന്ന നിങ്ങൾ, ദൈവം ചെയ്താൽ ഞാനത് ചൂണ്ടിക്കാട്ടുമെന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണയുടെ നാട്ടിൽ ജീവിക്കുന്ന നിങ്ങൾ നിഷ്പക്ഷമായി, നീതിപൂർവമായി, സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന നിങ്ങൾ അബദ്ധജനിതമായ പ്രസ്താവനകൾ, തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ വിശ്വസിക്കാതെ സത്യം തിരിച്ചറിഞ്ഞ് വാർത്തകൾ കൊടുക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അപ്പോൾ മുസ്ലിം സമുദായത്തിന് കൂടുതൽ പിന്തുണയുണ്ടായി. എന്നാൽ ഇപ്രാവശ്യം മുസ്ലിം സമുദായം പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള സംഭവം ഉയർത്തി ഇടതുപക്ഷം ശക്തമായ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിനോടൊപ്പമാണെന്ന് അവകാശപ്പെട്ടു. അതായത് മുഖ്യമന്ത്രി കാഞ്ഞങ്ങാടുണ്ടായിരുന്ന പരിപാടിയിലൊക്കെ വൻ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, രാജ്മോഹൻ ഉന്നതൻ MP പാർലമെന്റിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ യാതൊന്നും ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്തിലെ പ്രധാന പ്രചരണമായിട്ട് തന്നെ പൗരത്വ നിയമ ഭേദഗതിയാണ്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നുകിൽ അൾഷൈമേഴ്സ് എന്ന് പറയുന്ന രോഗം ബാധിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. പൗരത്വ നിയമം പാർലമെൻറ്റിൽ വന്നപ്പോൾ ആ ബില്ല് വലിച്ചു കയറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞതിന് പാർലമെൻറ്റിൽ നിന്ന് ഏതാനും MP-മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാരിൽ ഒരാളാണ് ഞാൻ. എന്നെക്കുറിച്ച് മുഖ്യമന്ത്രി അങ്ങനെ പറയണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അൾഷൈമേഴ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിച്ചിരിക്കുന്നു. പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ നിങ്ങൾ പരിശോധിക്കാം. ഈ ബില്ല് വലിച്ചു കയറി സ്പീക്കറുടെ മുഖത്തെറിഞ്ഞതിന് കേരളത്തിൽ നിന്ന് അടക്കം MP-മാരെ സസ്പെൻഡ് ചെയ്തൊരു MP ഞാനാണ്. 2, ഇതിനെതിരായി 24 മണിക്കൂർ പാർലമെൻറ്റിന് പുറത്ത് ഉപവാസ സമരം നടത്തിയ ഒരു MP-യാണ് ഞാൻ. ആ MP-യെക്കുറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ പറയണമെങ്കിൽ 2 കാര്യങ്ങളാണ്, ഒന്നുകിൽ തിമിരം അല്ലെങ്കിൽ അൾഷൈമേഴ്സ്. അതുകൊണ്ട് പൗരത്വ നിയമം, ആ നിയമം നമുക്കറിയാമല്ലോ, കേരള നിയമസഭയിൽ ഭരിക്കുന്ന ആളുകൾ ഒരു പ്രമേയം കൊണ്ടുവന്നു, ഏകകണ്ഠമാക്കി പാസ്സാക്കി കൊടുത്ത പാർട്ടിയാണ് UDF. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുഖ്യമന്ത്രി പ്രമേയം കൊണ്ടുവന്നു, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും MLA-മാരുള്ള പാർട്ടികളെല്ലാം ഏകകണ്ഠമായി നിയമസഭയിൽ ആ പ്രമേയം പാസ്സാക്കി കൊടുത്തു. പൗരത്വ ഭേദഗതി നിയമത്തിന് കേരളത്തിനൊന്നും ചെയ്യാനില്ലല്ലോ, പൗരത്വം തീരുമാനിക്കുന്ന കേന്ദ്രമാണ്. പക്ഷേ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പറയണം, പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധ പ്രകടനമായി തെരുവിലിറങ്ങി ഈ നാട്ടിലെ ഭരണഘടനയെ സ്നേഹിക്കുന്ന ആളുകൾ നടത്തിയ പ്രകടനം, ആ പ്രകടനത്തിനെതിരെ മുഖ്യമന്ത്രി എടുത്ത കേസുകളൊന്ന് പിൻവലിക്കാൻ പറയണം. പാവത്തുങ്ങൾ കോടതിയുടെ വരാന്ത കയറി ഇറങ്ങി നിരങ്ങുകയാണ് പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ. മുഖ്യമന്ത്രി എടുത്ത കേസ് കേന്ദ്രമെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം, കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തു. ആ കേസെങ്കിലും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ പറയണം.